ആന പറക്കുന്നൊരു ജീവിയാണെന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക ആളോട്? ഓക്കെ, സെറ്റ്, ആന പറക്കുന്ന ജീവിയാണെന്നുള്ളത്. കാരണം അയാളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് ആന പറക്കുന്ന ജീവിയല്ല എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നതിലൂടെ എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും. എൻ്റെ ഒരുപാട് എനർജി അവിടെ ലോസ് ആയിട്ട് പോകും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ കൂടി പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആർഗ്യുമെൻ്റ് ഒഴിവാക്കുകയാണ്, അതായത് വാദപ്രതിവാദം ഒഴിവാക്കുകയാണ്, നിങ്ങളെ ഭാഗത്താണ് സത്യം എങ്കിൽ കൂടി നിങ്ങൾ ആർഗ്യുമെൻ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൻ്റെ സെൻട്രലിൽ ഒരു വീട് ഓഫർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. എൻ്റെ ഭാഗത്താണ് സത്യം എന്നാൽ കൂടി ഞാൻ ആർഗ്യുമെൻ്റ് ഒഴിവാക്കുകയാണ്. ഇനി ഇന്നത്തെ കാലത്ത് നമ്മൾ ലൈഫ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വീട്ടിലുള്ളവരോട്, ഫാമിലിയുള്ള ആളുകളോട്, പുറത്തുള്ള ആളുകളോട്, ഫ്രണ്ട്സിനോട്, രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മൾ പല രീതിയിൽ ആർഗ്യുമെൻറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളെ എനർജി, നമ്മളെ ഊർജ്ജം ഉണ്ടല്ലോ, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സംഭവം, അത് വല്ലാതെ ഡ്രൈൻ ചെയ്ത് അതിങ്ങനെ താഴ്ന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻ്റ് നിങ്ങളെ ഭാഗത്താണ് സത്യം എന്നുണ്ടെങ്കിൽ കൂടി അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അയാളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് നിങ്ങളെ എനർജി, നിങ്ങളെ മനസ്സിൻ്റെ സമാധാനം ഇല്ലാതാക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.